പൂങ്കനി പരിശത്തൊരു മലർ ബീവി നിന്റെ പരിഭവം പറച്ചിൽ നിറഞ്ഞൊരു കത്തുകൾ കണ്ടിട്ടെന്റെ കരളിൽ എരിപൊരി താപം ഏറുകയാണെൻ മുല്ലേ. കത്തൊന്നീ വിധമെഴുതാൻ കാരണമെന്തെന്നല്ലേ? പിരിശപ്പൂങ്കനി പരിശത്തൊരു മലർ ബീവി നിന്റെ പരിഭവം പറച്ചിൽ നിറഞ്ഞൊരു കത്തുകൾ കണ്ടിട്ടെന്റെ കരളിൽ എരിപൊരി താപം ഏറുകയാണെൻ മുല്ലേ. കത്തൊന്നീ വിധമെഴുതാൻ കാരണമെന്തെന്നല്ലേ? കഴിഞ്ഞാലും കാര്യങ്ങൾക്ക് മുടക്കുണ്ടോ? കത്തും ഡ്രാഫ്റ്റും എത്താത്ത മാസം ഏതോ ഒഴിവുണ്ടോ? കൊല്ലം 6 കഴിഞ്ഞാലും കാര്യങ്ങൾക്ക് മുടക്കുണ്ടോ? കത്തും ഡ്രാഫ്റ്റും എത്താത്ത മാസം ഏതോ ഒഴിവുണ്ടോ? നിന്നെ കുറിച്ചെന്നോർക്കാത്ത രാവും പകലും എനിക്കുണ്ടോ? നീറിപ്പടരും മോഹങ്ങൾ ഒതുക്കാതെ വഴി മറ്റുണ്ടോ? പിരിശപ്പൂങ്കനി പരിശത്തൊരു മലർ ബീവി നിന്റെ പരിഭവം പറച്ചിൽ നിറഞ്ഞൊരു കത്തുകൾ കണ്ടിട്ടെന്റെ കരളിൽ എരിപൊരി താപം ഏറുകയാണെൻ മുല്ലേ. കത്തൊന്നീ വിധമെഴുതാൻ കാരണമെന്തെന്നല്ലേ? പണമില്ലാത്ത മനുഷ്യന് നാട്ടിൽ പുല്ല് വിലയുണ്ടോ? പലരുടെ വാക്കുകൾ കേട്ടാലും മറ്റു മുസീബത്തിനതിരുണ്ടോ? പണമില്ലാത്ത മനുഷ്യന് നാട്ടിൽ പുല്ല് വിലയുണ്ടോ? പലരുടെ വാക്കുകൾ കേട്ടാലും മറ്റു മുസീബത്തിനതിരുണ്ടോ? ഇഷ്ടക്കനിയെ നീയല്ലാതെ ഈ ദുനിയാവിൽ പെണ്ണില്ല. ഇഷ്ക് കുറഞ്ഞവനെന്ന് കരുതി കടുകയൊന്നും ചെയ്യല്ല. പിരിശപ്പൂങ്കനി പരിശത്തൊരു മലർ ബീവി നിന്റെ പരിഭവം പറച്ചിൽ നിറഞ്ഞൊരു കത്തുകൾ കണ്ടിട്ടെന്റെ കരളിൽ എരിപൊരി താപം ഏറുകയാണെൻ മുല്ലേ. കത്തൊന്നീ വിധമെഴുതാൻ കാരണമെന്തെന്നല്ലേ? കൽപുറപ്പിച്ചൻ ബീവി 1-2 മാസം സബൂറാക്ക്. കൽക്കണ്ടപ്പും കനിയും കൊണ്ട് ഞാൻ എത്തും നിന്റെ അടുത്തേക്ക്. കൽപുറപ്പിച്ചൻ ബീവി 1-2 മാസം സബൂറാക്ക്. കൽക്കണ്ടപ്പും കനിയും കൊണ്ട് ഞാൻ എത്തും നിന്റെ അടുത്തേക്ക്. മറ്റു വിചാരങ്ങളൊന്നും തന്നെ മനസ്സിൽ വെക്കൽ നന്നല്ല. മാസം 2 കഴിഞ്ഞാലുടനെ വന്നിടും ഇൻഷാ അല്ലാഹ്. പിരിശപ്പൂങ്കനി പരിശത്തൊരു മലർ ബീവി നിന്റെ പരിഭവം പറച്ചിൽ നിറഞ്ഞൊരു കത്തുകൾ കണ്ടിട്ടെന്റെ കരളിൽ എരിപൊരി താപം ഏറുകയാണെൻ മുല്ലേ. കത്തൊന്നീ വിധമെഴുതാൻ കാരണമെന്തെന്നല്ലേ? പിരിശപ്പൂങ്കനി പരിശത്തൊരു മലർ ബീവി നിന്റെ പരിഭവം പറച്ചിൽ നിറഞ്ഞൊരു കത്തുകൾ കണ്ടിട്ടെന്റെ കരളിൽ എരിപൊരി താപം ഏറുകയാണ്